അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ടാലൻറ്റ് ലീഗിൻ്റെ പുതിയൊരു ചോദ്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നടത്തിയ പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യമുള്ളത്. നമുക്കറിയാം, ഓരോ ദിവസത്തെ ചോദ്യത്തിനും റഫറൻസ് നൽകുന്നുണ്ട്, വിശദമായി കേൾക്കാനും പഠിക്കാനുമുള്ള അവസരം ഒരുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കൊരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് സഹായകരമാകുന്ന വീഡിയോ ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കേണ്ടത്, അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രഭാഷണമാണ് കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് PK ഫിറോസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഉംബർട്ടോ എക്കോ ഫാഷിസത്തെക്കുറിച്ച് പറഞ്ഞ 14 കാര്യങ്ങളുണ്ട്. ഈ 14 കാര്യങ്ങളിൽ 12 കാര്യങ്ങളും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞു. ഒരു ഫാഷിസം ആണ് എങ്കിൽ അതിനുണ്ടാവേണ്ട 14 കാര്യങ്ങളുണ്ട്. ആ 14 കാര്യങ്ങളിൽ 12ഉം ഇന്ത്യയിൽ ഉണ്ടായി എന്നാണ് സച്ചിദാനന്ദൻ എന്ന സാഹിത്യകാരനെ ഉദ്ധരിച്ചുകൊണ്ട് PK ഫിറോസ് തൻ്റെ സംസാരത്തിൽ വിശദീകരിക്കുന്നത്. എന്നാൽ 2 കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ബാക്കിയുള്ളത് എന്നാണ് സച്ചിദാനന്ദൻ്റെ അഭിപ്രായം. അതിൽ ഒന്ന് ജുഡീഷ്യറിയിലുള്ള ഇടപെടലാണ്, മറ്റൊന്ന് ഏതാണ് എന്നതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് വായിക്കുകയാണ്. ഓപ്ഷൻ A എതിരാളികൾ അടിച്ചമർത്തൽ, ഓപ്ഷൻ B തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കൽ, ഓപ്ഷൻ C നേതാക്കളെ വിലക്കുവാങ്ങൽ, ഓപ്ഷൻ D പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യൽ. ഇതിലേതാണോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, അതാണ് നിങ്ങൾ ഉത്തരമായി അയക്കേണ്ടത്. ഉത്തരമായി അയക്കുമ്പോൾ അത് വിശദമായി എഴുതി അയക്കേണ്ടതല്ല. ഈ ഓപ്ഷൻ A B C D ഇതിലേതെങ്കിലും ഒന്നാണ് അയക്കേണ്ടത്. പക്ഷേ സംസാരം നമ്മൾ പൂർണ്ണമായി കേൾക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ 2 കാര്യങ്ങൾ കുറച്ച് മുമ്പുള്ള പ്രസ്താവനയാകാം, അതുകൊണ്ടായിരിക്കാം അത്. ഈ 2 കാര്യങ്ങൾ കൂടി ഇന്ത്യയിൽ നടപ്പിലായി കഴിഞ്ഞു. ഫാഷിസത്തിനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞു. നമ്മുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനാന്തരീക്ഷത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിപൂർവം നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളാലാവുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തണം. നമ്മുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു മത്സരത്തിലൂടെ ഇങ്ങനെ പോവുക, ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുക, സമ്മാനം നേടുക എന്നതിനപ്പുറത്ത് വിജ്ഞാനങ്ങളും കാഴ്ചപ്പാടുകളും സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ പീസ് റേഡിയോ മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാലൻറ്റ് ലീഗിൻ്റെ വിജയിയെ കാത്തിരിക്കുന്നത് ₹1,00,000 സമ്മാനമാണ്. ഓരോ ചോദ്യങ്ങൾക്കും റഫറൻസ് നൽകുന്നത് ജമീൽ ആപ്ലിക്കേഷൻ വഴിയാണ്. ജമീൽ ആപ്ലിക്കേഷനിലെ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെയായി ടാലൻറ്റ് ലീഗ് എന്ന ബട്ടണിൽ അമർത്തിയാൽ അതാത് ദിവസത്തെ ചോദ്യങ്ങളും അതിൻ്റെ റഫറൻസും നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തിരയുന്നതിനിടയിൽ നമുക്ക് അനാവശ്യമായ കാഴ്ചകളിലേക്ക് പോകാതിരിക്കാൻ സഹായകരമാണ് ജമീൽ ആപ്ലിക്കേഷൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയി താങ്കളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.